ഡിസംബർ 4 തീയതി നമുക്ക് പൗർണമി വരുന്നുണ്ട്. ഏറ്റവും ശക്തിയുള്ളതാണ് ഈ പൗർണമി. അതുകൊണ്ട് ഇത് വളരെ പവിത്രമാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. കാരണം ഇത് 100 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു അത്ഭുതകരമായ ദിവസമാണ്. ഈ ദിവസം മറക്കാതെ ഈ ചെറിയ പരിഹാരം ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നല്ല ഫലം ലഭിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകും. നിങ്ങൾ കുബേരനാകും. അതുപോലെ വീടുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഇല്ലാതാകും. നല്ല ഫലങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. പൗർണമി ലക്ഷ്മിദേവിക്ക് വളരെ ഇഷ്ടമാണെന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ ഇപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ മാർഗശീർഷ് മാസത്തിൽ വരുന്ന പൗർണമി വളരെ ശക്തിയുള്ളതാണ്. ഈ ദിവസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലക്ഷ്മി വാരത്തോടൊപ്പം വരുന്നതുകൊണ്ട് ഈ പൗർണമിക്ക് വളരെ പവിത്രതയുണ്ടെന്ന് നമുക്ക് വേദ ശാസ്ത്രങ്ങളിൽ പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ പൗർണമി ദിവസം ചില നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഈ പരിഹാരം ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആഗ്രഹം എന്തുതന്നെയായാലും തീർച്ചയായും അത് സഫലമാകും. നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് അതുകൊണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ അത് നടക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളും കുബേരനെ പോലെ മാറും എന്നർത്ഥം. ഈ പരിഹാരം എങ്ങനെ ചെയ്യണമെന്ന് അറിയുന്നതിന് മുമ്പ് ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ഞങ്ങളുടെ ചാനൽ പുതിയതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സാധാരണയായി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പറയുന്ന ഈ പരിഹാരമുണ്ടല്ലോ, ഇത് വളരെ ശക്തമായതാണ്. ഇത് വളരെ വളരെ ശക്തിയുള്ള പരിഹാരമാണ്. അതുപോലെ എന്താണെന്ന് വെച്ചാൽ ഈ പരിഹാരം വഴി നിങ്ങൾക്ക് നല്ലൊരു ഗുണം ലഭിക്കും. ഈ പരിഹാരം ചെയ്യുന്നത് വഴി നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ഇല്ലാതാകും. അതുപോലെ നിങ്ങളുടെ തീരാത്ത ആഗ്രഹം എന്താണോ ആ ആഗ്രഹത്തെ നിങ്ങൾക്ക് അത് നിറവേറ്റാനുള്ള സാധ്യതയും ഉണ്ടായിരിക്കും. ഈ ആഗ്രഹം വഴി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ലത് സംഭവിക്കും. നമുക്ക് എന്താണെന്ന് വെച്ചാൽ മനുഷ്യ ജീവിതത്തിൽ പലതരം ആഗ്രഹങ്ങൾ ഉണ്ടാകും. പലർക്കും ചെറിയ ആഗ്രഹങ്ങൾ ഉണ്ടാകും, വലിയ ആഗ്രഹങ്ങളും ഉണ്ടാകും. അവ എങ്ങനെയായാലും നിറവേറ്റണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ ആ ആഗ്രഹങ്ങൾ നിറവേറാതെ പലരും ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്ക് ഈ പരിഹാരം നന്നായി പ്രവർത്തിക്കും. വളരെ നല്ല ഫലം നൽകും. പക്ഷേ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം 6 മണിക്ക് ചെയ്യുക. അങ്ങനെ ഈ പരിഹാരം ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നാലും ഒരാഴ്ച കഴിയുമ്പോൾ തീർച്ചയായും നിറവേറുമെന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നു. പ്രധാനമായും പൗർണമി ദിവസം ചില നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ ലക്ഷ്മിദേവി നമ്മുടെ വീട്ടിൽ ശാശ്വതമായി വസിക്കും. കാരണം പൗർണമി ദിവസം ലക്ഷ്മിദേവി ഭൂമിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ആ അമ്മ ഭക്തർക്ക് ദർശനം നൽകിക്കൊണ്ടിരിക്കും. സാധാരണയായി ലക്ഷ്മിദേവി പൗർണമിയെ വളരെ ഇഷ്ടപ്പെടുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഈ പൗർണമി ദിവസം എന്താണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുക. രാവിലെ എഴുന്നേറ്റ് ശുചിയായി സ്നാനം ചെയ്യുക. ആദ്യം എന്താണെന്ന് വെച്ചാൽ വീടും വാതിലും വൃത്തിയാക്കുക. വീട്ടിൽ മഞ്ഞൾ വെള്ളം തളിക്കുക. അതുപോലെ തന്നെ വാതിലുകളിൽ നന്നായി മഞ്ഞൾ തേച്ച് കുങ്കുമം കൊണ്ട് പൊട്ടുതൊട്ട് വാതിൽക്കൽ എന്താണെന്ന് വെച്ചാൽ അരിപ്പൊടി കൊണ്ട് കോലം വരയ്ക്കുക. കാരണം ആ ദിവസം നമുക്ക് ലക്ഷ്മി വാരവും ഉണ്ടല്ലോ. അതായത് വ്യാഴാഴ്ചയോടുകൂടി നമുക്ക് പൗർണമി വരുന്നു. ഇങ്ങനെ ചെയ്ത ശേഷം എന്താണെന്ന് വെച്ചാൽ നന്നായി നിങ്ങൾ സ്നാനം ചെയ്യുക. സ്നാനം ചെയ്യുന്ന വെള്ളത്തിൽ മഞ്ഞൾ ചേർത്ത് സ്നാനം ചെയ്യുക. ഒരു നുള്ള് അങ്ങനെ ചെയ്ത ശേഷം കഴുകിയ വസ്ത്രങ്ങൾ ധരിച്ച് അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ പൂജാമുറിയിലുള്ള ലക്ഷ്മിദേവിയുടെ ചിത്രം നന്നായി എന്താണെന്ന് വെച്ചാൽ വൃത്തിയാക്കി നിങ്ങളുടെ കയ്യിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് പശുവിൻ നെയ്യ് കൊണ്ട് ദീപം കൊളുത്തുക. പൗർണമി ദിവസം ലക്ഷ്മിദേവിയുടെ ചിത്രത്തിനു മുന്നിൽ
പശുവിൻ നെയ്യ് ഉപയോഗിച്ച് വിളക്ക് കൊളുത്തിയാൽ ദേവി സന്തോഷിച്ച് ഐശ്വര്യവർഷം ചൊരിയുമെന്ന് പുരാണം പറയുന്നു. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ദേവിക്ക് പാൽ ഉപയോഗിച്ച് ഉണ്ടാക്കിയ നിവേദ്യവും സമർപ്പിക്കാം. അതിന് ശേഷം 2 വാഴപ്പഴവും ദേവിക്ക് നിവേദ്യമായി സമർപ്പിക്കാം. ഇങ്ങനെ വിളക്ക്, ധൂപം, നിവേദ്യം എന്നിവയോടൊപ്പം ലക്ഷ്മിദേവിയെ മനോഹരമായി, അതായത് ചുവന്ന പൂക്കൾ കൊണ്ട് അലങ്കരിച്ചാൽ വളരെ നല്ലതാണ്. ആ ദേവി നമ്മുടെ വീട്ടിൽ സ്ഥിരമായി വസിക്കാൻ സാധ്യതയുണ്ട്. ലക്ഷ്മി കടാക്ഷം ഇല്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ലക്ഷ്മി കടാക്ഷവും നൽകും. അതുപോലെ പൗർണമി ദിവസം ഇങ്ങനെ ലക്ഷ്മിദേവിയെ രാവിലെയും വൈകുന്നേരവും പൂജിക്കുന്നത് വഴി ആ ദേവി നമ്മുടെ വീടിന്റെ പടി കടന്ന് പുറത്തു പോകില്ല, നമ്മുടെ വീട്ടിൽ സ്ഥിരമായി വസിക്കുകയും ഐശ്വര്യത്തോടൊപ്പം നല്ല പുരോഗതിയും നൽകുകയും ചെയ്യും. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദാരിദ്ര്യങ്ങളും ഇല്ലാതാക്കും. നമ്മുടെ വീട്ടിലേക്ക് ധനത്തെ കൊണ്ടുവന്ന് നമ്മുടെ കടബാധ്യത പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഈ പരിഹാരം നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അതായത് ഈ നിയമങ്ങൾ നിങ്ങൾക്ക് നന്നായി പ്രയോജനപ്പെടും. അതുകൊണ്ട് ഇങ്ങനെ ആചരിക്കുക. അതിനുശേഷം വീട്ടിൽ പൂജ ചെയ്ത് തുളസിത്തറയിൽ പൂജ ചെയ്ത് വൈകുന്നേരം സന്ധ്യാസമയത്ത് ഒരു ചെറിയ മൺപാത്രം എടുക്കുക. അതിൽ പ്രധാനമായി എന്താണെന്ന് വെച്ചാൽ 1/2 സ്പൂൺ ഉപ്പ് ചേർക്കുക. അതുപോലെ 9 കുരുമുളക് ചേർക്കുക. അതിനുശേഷം 5 കർപ്പൂര ഗുളികകൾ ചേർക്കുക. ഇങ്ങനെ ചേർത്ത് നിങ്ങൾ കൈയിൽ പിടിച്ച് സങ്കൽപ്പിക്കുക. ചിലർക്ക് വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാകും, ചിലർക്ക് ചെറിയ ആഗ്രഹങ്ങൾ ഉണ്ടാകും. ഏത് ആഗ്രഹമായാലും നമ്മുടെ ആഗ്രഹം സഫലമാകണം. ചിലരുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും സഫലമാകില്ല. അവർ വളരെ ദുഃഖിതരാകും, ബുദ്ധിമുട്ടും. എങ്ങനെയെങ്കിലും ആഗ്രഹം സഫലമാക്കാൻ ആഗ്രഹിക്കും. പക്ഷേ ആ ആഗ്രഹങ്ങൾ സഫലമാകാതെ പലരും വിഷമിക്കാറുണ്ട്. നമ്മൾ ആഗ്രഹിച്ചാൽ ദൈവം അത് സഫലമാക്കില്ല, നമുക്ക് ദൈവാനുഗ്രഹം ഇല്ലെന്ന് പറഞ്ഞ് ദുഃഖിക്കും. അങ്ങനെയുള്ളവർ പൗർണമി ദിവസം സന്ധ്യാസമയത്ത് ഈ കാര്യം ചെയ്യുക. കൃത്യസമയത്ത് ചെയ്യുന്നത് തീർച്ചയായും മാറ്റമുണ്ടാക്കും. ആ മാറ്റം നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായും ഓർക്കുക, നിങ്ങൾ ഈ പൗർണമി ദിവസം ഈ രീതിയിൽ ഓർക്കുക. ഉപ്പുരുകൾ ഉണ്ടല്ലോ, അവ വളരെ ശക്തമാണ്. അവയ്ക്ക് വളരെയധികം ശക്തിയുണ്ട്. അതുപോലെ ഈ കുരുമുളക് പരിശുദ്ധിയാണ് നൽകുന്നത്. കുരുമുളക് ലക്ഷ്മിദേവിക്ക് ഇഷ്ടമാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കുരുമുളകിന് ശക്തിയുണ്ട്. കർപ്പൂരം ദേവന്മാർക്കും ദേവിമാർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് കർപ്പൂരവും നമുക്ക് നന്നായി പ്രവർത്തിക്കും, വളരെ നല്ല ഫലം നൽകും. ആഗ്രഹം സഫലമാകുന്നില്ല. എത്ര ആഗ്രഹങ്ങൾ ആഗ്രഹിച്ചാലും ഞങ്ങൾക്ക് ഒരു ഫലവുമില്ല. ആഗ്രഹിച്ചാലും സംഭവിക്കില്ലെന്ന് വിഷമിച്ച് പരിഹാരങ്ങൾ ചെയ്ത് ക്ഷീണിച്ചവരും ദൈവത്തോട് പ്രാർത്ഥിച്ച് വളരെ ക്ഷീണിച്ചവരും ഇങ്ങനെ പരിഹാരം ചെയ്യണം. ഇവിടെ കാണുന്നതുപോലെ ഇത് എടുത്ത് നന്നായി കത്തിക്കുക. ഇങ്ങനെ കത്തിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം ഉറക്കെ പറയുക. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ആഗ്രഹം സഫലമാകൂ. ഒരുപക്ഷേ പറയാതെ നിങ്ങൾ കത്തിച്ചാൽ നിങ്ങളുടെ ആഗ്രഹം സഫലമാകില്ല. ഇത് ഓർമ്മിക്കുക. ഇങ്ങനെ ആദ്യം നമ്മൾ മൺപാത്രത്തിൽ എല്ലാം ഇടുമ്പോൾ, ചെറിയ വിളക്കിൽ ഇടുമ്പോഴും സങ്കല്പം പറയണം. അതുപോലെ കത്തിക്കുമ്പോഴും സങ്കല്പം പറഞ്ഞ് കത്തിച്ചാൽ നല്ലതാണ്, നല്ല ഫലങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീട്ടിലും കത്തിക്കാം, വീടിന് പുറത്തും കത്തിക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എവിടെ കത്തിച്ചാലും ഫലങ്ങൾ ഉണ്ടാകും. ആ ഫലങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. ഏത് ആഗ്രഹമാണെങ്കിലും തീർച്ചയായും സഫലമാകുമെന്ന് പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. പുരാണങ്ങൾ അനുസരിച്ച് കോർല പൗർണമി ദിവസം ആരെങ്കിലും വൈകുന്നേരം സന്ധ്യാസമയം എന്നാൽ 6 മണിയാണ്. ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മിദേവി ഭൂമിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും, ഭക്തർക്ക് ദർശനം നൽകിക്കൊണ്ടിരിക്കും. അതുപോലെ ആ
സമയത്ത് എന്താണെന്ന് വെച്ചാൽ ദേവന്മാരെല്ലാം ഭൂമിയിൽ സഞ്ചരിക്കും. അതുകൊണ്ടാണ് ആ സമയങ്ങളിൽ നിങ്ങൾ നന്നായിട്ട് ഈ കാര്യം ചെയ്യുന്നത് വഴി നല്ല ഫലം ലഭിക്കുമെന്ന് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ഈ പരിഹാരം ചെയ്ത് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചെടുക്കുക. തീർച്ചയായും അത് സഫലമാകും. എത്ര വിശ്വാസത്തോടെ ചെയ്യുന്നുവോ അത്രയും നന്നായി നിങ്ങൾക്ക് ഈ പരിഹാരം സിദ്ധിക്കുമെന്ന് പറയാൻ കഴിയുന്ന കാര്യമാണ്. ഇനി അടുത്തതായി മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ ഈ കോല പൗർണമി ദിവസം എന്താണെന്ന് വെച്ചാൽ നായ്ക്കൾക്ക് ഭക്ഷണം നൽകുക. നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് വളരെ നല്ലതാണ്. കോർല പൗർണമി ദിവസം ആരെങ്കിലും നായ്ക്കൾക്ക് ഭക്ഷണം നൽകുകയാണെങ്കിൽ അവർക്ക് ജന്മാന്തര ദാരിദ്ര്യം ഇല്ലാതാകും. നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ നല്ല ഫലങ്ങളും ഉണ്ടാകുമെന്ന് പറയാം. കോർല പൗർണമി ദിവസം പലരും നായ്ക്കളെ വിളിച്ച് ഭക്ഷണം നൽകാറുണ്ട്. അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് നല്ലത് സംഭവിക്കുന്നതിനോടൊപ്പം നല്ല ഫലങ്ങളും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ വെളുത്ത ചോറ് എടുത്ത് അതിൽ കറുത്ത എള്ള് ചേർത്ത് അതിൽ തൈര് ചേർത്ത് നായ്ക്കൾക്ക് നൽകുന്നത് നല്ല ഫലം നൽകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ നൽകുന്നതെന്നാൽ ജാതക ദോഷങ്ങൾ ഉണ്ടാകുമല്ലോ. ജീവിതത്തിൽ ജാതക ദോഷങ്ങളാൽ പലരും കഷ്ടപ്പെടാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ജാതക ദോഷങ്ങൾ മാറാൻ ഇത് നല്ലൊരു പരിഹാരമാണെന്ന് പറയാം. അതുകൊണ്ട് നായ്ക്കൾക്ക് ചോറും തൈരും അല്ലെങ്കിൽ സാധാരണ ചോറും എള്ളും ചേർത്ത് ഉരുളകളാക്കി നൽകാം. നായ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറാനും നല്ലത് സംഭവിക്കാനും നല്ല ഫലങ്ങൾ ലഭിക്കാനും ഉറച്ച സങ്കല്പം ചെയ്യുക. ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം പൗർണമി അല്ലേ, പൗർണമി ദിവസം തലയിൽ എണ്ണ തേക്കരുത്. തലയിൽ എണ്ണ തേച്ചാൽ നമ്മൾ സ്വയം കഷ്ടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നവരായി മാറും. അതുകൊണ്ട് തലയിൽ എണ്ണ തേക്കരുത്. തല കുളിക്കുന്നത് നിർബന്ധമായും ചെയ്യുക. സാധിക്കുമെങ്കിൽ 2 നേരം ചെയ്യുക. സാധിച്ചില്ലെങ്കിൽ 1 നേരം കുളിക്കുക. പക്ഷേ കുളിക്കുക. ലക്ഷ്മി വാരം അനുകൂലമായതുകൊണ്ട് ദീപം, ധൂപം, നൈവേദ്യം എന്നിവയോടുകൂടി 2 നേരവും അമ്മയെ പൂജിക്കുക. അങ്ങനെ പൂജിച്ച് ലക്ഷ്മീദേവിയുടെ അനുഗ്രഹത്തിന് പാത്രമാവുക. വീട്ടിൽ നമ്മൾ പ്രധാനമായും ഇന്ന് ചൂൽ വാങ്ങുന്നത് നല്ലതാണ്. ചൂൽ വാങ്ങണം. പക്ഷേ പഴയ ചൂൽ എടുത്ത് വീട്ടിൽ നിന്ന് പുറത്ത് കളയരുത്. ഒരുപക്ഷേ വീട്ടിൽ നിന്ന് ചൂൽ പുറത്തേക്ക് കളഞ്ഞാൽ നമുക്ക് ദാരിദ്ര്യം വരും. പലതരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ലക്ഷ്മിദേവിയുടെ കോപത്തിന് ഇരയാകും. നമ്മുടെ ജീവിതം എന്താണെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുകളിൽ പെട്ടുപോകും. അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പഴയ ചൂൽ പൗർണമി ദിവസം കളയരുത്. പുതിയ ചൂൽ വാങ്ങിയാൽ ആ ചൂൽ എന്താണെന്ന് വെച്ചാൽ ധനലക്ഷ്മിയായി കണക്കാക്കണം. ആ ചൂൽ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ നന്നായി നമ്മൾ അതുപോലെ വെച്ച് അടുത്ത ദിവസം അത് എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കണം. ഇങ്ങനെ ചെയ്താൽ നല്ലതാണ്. ഇനി അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ അധികം ശക്തമായ പൗർണമി. ഈ പൗർണമി എന്താണെന്ന് വെച്ചാൽ 100 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഏറ്റവും ശക്തമായ പൗർണമിയാണെന്ന് പുരാണങ്ങളിൽ പറയപ്പെടുന്നു. 100 വർഷങ്ങൾക്ക് ശേഷം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് ഈ മുഹൂർത്തങ്ങളിലാണ് ഇപ്പോൾ ഇത് രൂപപ്പെട്ടത്. ഇതേ മുഹൂർത്തങ്ങളിലാണ് ഇത് രൂപപ്പെടുന്നതെന്ന് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പൗർണമിക്ക് അത്രയും ശക്തിയുള്ളത്. സാധാരണയായി പൗർണമി ദിവസമാണ് നിങ്ങൾ ഓർമ്മിക്കുക. പൗർണമിയിൽ അമൃത മുഹൂർത്തങ്ങളുണ്ടാകും. എങ്ങനെയാണോ പൂർണ്ണചന്ദ്രൻ ഉണ്ടാകുന്നത്, ആ പൂർണ്ണചന്ദ്രനിൽ പൗർണമി മുഹൂർത്തങ്ങൾ വളരെ ശക്തമായിരിക്കും. അപ്പോൾ ചെയ്യുന്ന ആ പൗർണമി പരിഹാരങ്ങളെല്ലാം വൈകുന്നേരം ചെയ്യുമ്പോൾ അവ തീർച്ചയായും ഫലിക്കും. വളരെ നല്ല ഫലം നൽകും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് കല്ലുപ്പ് പാക്കറ്റോ അല്ലെങ്കിൽ മഞ്ഞൾ പാക്കറ്റോ കുറച്ചു കൊണ്ടുവരിക. 10 രൂപ കൊടുത്താൽ മഞ്ഞൾ പാക്കറ്റ് കിട്ടും. 10 രൂപ കൊടുത്താൽ കല്ലുപ്പ് പാക്കറ്റ് വരുന്നതുകൊണ്ട് നിങ്ങൾ ചിലത്
കൊണ്ടുവരുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് നിരന്തരം. അതായത് പണം ഏതെങ്കിലും ഒരു രൂപത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കും. ആവശ്യത്തിന് സമ്പത്ത് വരും. ഐശ്വര്യമുണ്ടാകും. എല്ലാ രീതിയിലും നന്നായിരിക്കും. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ലെന്ന് നമുക്ക് പുരാണ ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്നു. ശാസ്ത്രങ്ങൾ അനുസരിച്ച് നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാർ പൗർണമി ദിവസം മഞ്ഞളും ഉപ്പും കൂടുതലായി വാങ്ങിക്കൊണ്ടുവരുമായിരുന്നു. ഇതുകൊണ്ട് നമ്മുടെ ജീവിതം മാറും, നമുക്ക് നല്ലത് സംഭവിക്കും, നമുക്ക് ഐശ്വര്യവും ലഭിക്കുമെന്ന ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ ഓർമ്മിച്ചുകൊണ്ട് ഉപ്പും മഞ്ഞളും വീട്ടിലേക്ക് കൊണ്ടുവരിക. മഞ്ഞൾ കൊണ്ടുവന്നാലും ഉപ്പ് കൊണ്ടുവന്നാലും പൂജാമുറിയിൽ കുറച്ചു നേരം വെക്കുക. അതിനുശേഷം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അത് ഉപയോഗിക്കുക. അങ്ങനെ ചെയ്യുന്നതിലൂടെയും മികച്ച ഫലം ലഭിക്കും. അതുകൊണ്ട് ഉപ്പും മഞ്ഞളും വാങ്ങി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുക. ഉപ്പിനും മഞ്ഞളിനും അതീന്ദ്രിയ ശക്തിയുണ്ട്. മഞ്ഞൾ ലക്ഷ്മി ദേവിയുടെ രൂപമാണ്. ഉപ്പ് അമ്മയുടെ മാതൃഗൃഹത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. മാതൃഗൃഹം എന്നാൽ കടലാണല്ലോ. കടലിൽ നിന്ന് ലഭിക്കുന്നതുകൊണ്ട് ഇവ വാങ്ങുന്നതിലൂടെ നമ്മുടെ ജീവിതം തീർച്ചയായും മാറും. ഇനി അതിനുശേഷം ഇപ്പോൾ പറയുന്നതുപോലെ ഈ കറ്റാർവാഴ പരിഹാരം ചെയ്യുക. കറ്റാർവാഴ ചെടിയിൽ 3 ദേവിമാരുണ്ട്. പ്രധാനമായും ലക്ഷ്മി ദേവി, പാർവതി ദേവി, സരസ്വതി ദേവി എന്നീ 3 ദേവിമാരും കറ്റാർവാഴ ചെടിയിൽ കുടികൊള്ളുന്നു. കറ്റാർവാഴ ചെടിക്ക് അതീന്ദ്രിയ ശക്തിയുണ്ട്. കറ്റാർവാഴ ചെടി ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ പരിഹാരങ്ങളും നമുക്ക് സിദ്ധിക്കും. കറ്റാർവാഴ ചെടി എന്താണെന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ അതൊരു ഭാഗ്യസ്യമായി കണക്കാക്കപ്പെടുന്നു. നിർഭാഗ്യം അകറ്റി ഭാഗ്യം കൊണ്ടുവരാൻ കറ്റാർവാഴ ചെടി ഉപയോഗപ്രദമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് കറ്റാർവാഴ ചെടി ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കും. പൗർണമി ദിവസം ആരെങ്കിലും കറ്റാർവാഴ ചെടി വേരുകളോടെ പിഴുതെടുത്ത് വീട്ടിലേക്ക്, അങ്ങനെയുള്ളവരുടെ വീട്ടിലേക്ക് 3 ദേവിമാർ പ്രവേശിക്കും. 3 ദേവിമാരും നിങ്ങളുടെ വീട്ടിൽ തന്നെ താമസിക്കും. നമുക്ക് ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ വരുമാനം തികയില്ല, പലതരം പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും വരും. ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെയധികം കഷ്ടപ്പാടുകളിലേക്ക് വഴുതി വീഴും. കഷ്ടപ്പാടുകളുടെ ചെളിയിൽ അകപ്പെടും. നമ്മുടെ ജീവിതത്തിൽ തീരാത്ത കുറവുകൾ ഉണ്ടാകും. നമ്മൾ എത്ര ചെയ്താലും ഫലം കാണില്ല. എത്ര പ്രശ്നങ്ങൾ വരുമെന്ന് പറഞ്ഞാൽ അത്രയും പ്രശ്നങ്ങൾ. ചില ആളുകൾക്ക് വീടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് അനുയോജ്യമല്ല, വീടിന്റെ അന്തരീക്ഷം ശരിയല്ല, ഒരുപാട് ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് അവർ വിഷമിക്കാറുണ്ട്. അങ്ങനെയുള്ളവർ ഈ പൗർണമി ദിവസം വൈകുന്നേരം സന്ധ്യാസമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. വൈകുന്നേരം സന്ധ്യാസമയത്ത് കറ്റാർവാഴ ചെടി വേരോടെ പിഴുതെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുമ്പോൾ സ്വാമി ഞങ്ങൾക്ക് നല്ലത് വരുത്തണമെന്ന് ഉറച്ച മനസ്സോടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ ആരായാലും പ്രശ്നമില്ല, ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യത്തിനായി ഇത് കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ പ്രകൃതി മാതാവേ, ഇത് ഞങ്ങളുടെ ആവശ്യത്തിനായി കൊണ്ടുപോകുന്നു. ഞങ്ങൾക്ക് നല്ലത് സംഭവിക്കാൻ നോക്കുക. ഞങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാൻ നോക്കുക. ഞങ്ങളുടെ വീട്ടിൽ ദൈവാനുഗ്രഹം ഉണ്ടാകാൻ നോക്കുക എന്ന് നമ്മൾ സങ്കൽപ്പിക്കണം. ഞങ്ങളുടെ ദാരിദ്ര്യം എല്ലാം പോകണം, ഞങ്ങൾക്ക് നല്ലത് സംഭവിക്കണം, നല്ല ഫലങ്ങൾ ലഭിക്കണം എന്ന രീതിയിൽ സങ്കൽപ്പിക്കുക. അങ്ങനെ സങ്കൽപ്പിച്ച ശേഷം കറ്റാർവാഴ ചെടി വേരുകളോടെ വീട്ടിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്ന ശേഷം ആ കറ്റാർവാഴ ചെടിയിൽ മഞ്ഞൾ വെള്ളം തളിച്ച് വൃത്തിയാക്കുക. മഞ്ഞൾ വെള്ളം തളിച്ചില്ലെങ്കിൽ സാധാരണ വെള്ളം തളിക്കുക. ഇങ്ങനെ തളിച്ചാൽ നല്ലത് ഉള്ളതുപോലെ ചീത്തയും ഉണ്ടാകും. അതിനാൽ നെഗറ്റിവിറ്റി എല്ലാം പോകും. അങ്ങനെ പോയ ശേഷം ആ കറ്റാർവാഴ ചെടിയിൽ നിന്ന് നിങ്ങൾ ഒരു ചരട് എടുക്കുക. ചുവപ്പോ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള കയർ അല്പം കട്ടിയുള്ളതായി നോക്കിയെടുക്കുക. അങ്ങനെ
എടുത്തതിനു ശേഷം തലകീഴായി കറ്റാർവാഴ ചെടി തൂക്കിയിടുക. വീടിന്റെ വാതിലിൽ കെട്ടുക. ഇങ്ങനെ കെട്ടുന്നത് വഴി നിങ്ങളുടെ വീട് നിങ്ങൾക്ക് അനുകൂലമാവുകയും വീടിന്റെ അന്തരീക്ഷം നല്ലതാവുകയും വീട്ടിൽ ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കുകയും വീട്ടിൽ വളരെയധികം അനുകൂലമായ അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ സമാധാനപരമായി മനസ്സമാധാനത്തോടെ ഇങ്ങനെയെല്ലാം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ജീവിക്കാൻ സാധിക്കും. കറ്റാർവാഴ ചെടി അത്ര മനോഹരമായി ഉപയോഗപ്രദമാണ്, അത്ര നല്ല ഫലം നൽകുന്നു. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതായത് ഇല്ലാതാക്കുന്നു. വീടിന്റെ കാര്യത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ നിന്ന് പുറത്തുവരാൻ കറ്റാർവാഴച്ചെടി പരിഹാരമായി കൃത്യമായി പ്രവർത്തിക്കുമെന്ന് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ശാസ്ത്രങ്ങൾ പ്രകാരം എന്താണെന്ന് വെച്ചാൽ കറ്റാർവാഴച്ചെടി വളരെ പവിത്രമായ ഒരു ചെടിയാണ്. അതുകൊണ്ട് കറ്റാർവാഴച്ചെടി പൗർണമി ദിവസം കൊണ്ടുവന്ന് വീട്ടിൽ കെട്ടിയാൽ ലക്ഷ്മിദേവി വീട്ടിൽ നൃത്തം ചെയ്യുമെന്ന് പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അതുപോലെ എന്താണെന്ന് വെച്ചാൽ പാർവതി ദേവി, ലക്ഷ്മി ദേവി, സരസ്വതി ദേവി ഈ 3 ദേവിമാരും നമ്മുടെ വീട്ടിൽ കുടികൊള്ളും. അതുകൊണ്ടാണ് പൗർണമി ദിവസം പലരും കറ്റാർവാഴ അതായത് കറ്റാർവാഴ ചെടി കൊണ്ടുവന്ന് വൃത്തിയാക്കി അതിന് മഞ്ഞൾ പുരട്ടി കുങ്കുമം കൊണ്ട് പൊട്ടുതൊട്ട് ഒരു കയർ എടുത്ത് തലകീഴായി തൂക്കിയിട്ട് അതിന് ധൂപം അർപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ തിന്മ വീട്ടിലേക്ക് ആകർഷിക്കില്ല, നല്ലത് മാത്രം വീട്ടിലേക്ക് ആകർഷിക്കും. നല്ല ഫലങ്ങളാൽ നമ്മുടെ വീട് സമ്പന്നമായിരിക്കും. വീട്ടിലുള്ള നെഗറ്റിവിറ്റി മുഴുവൻ ഇല്ലാതാകും വീടിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് നല്ല ഫലം ലഭിക്കുമെന്ന് അവർ കരുതുന്നു. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കി നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുക. ഒരു കറ്റാർവാഴ ചെടി നിങ്ങളുടെ വീടിനെ തുലനം ചെയ്യാൻ സഹായിക്കും. അത്രയും മനോഹരമായ ഫലം നൽകുന്ന ഒന്നായതുകൊണ്ട് കറ്റാർവാഴ ചെടിയുടെ പരിഹാരം തീർച്ചയായും ചെയ്യുക. നിങ്ങളുടെ വീടിന് മുകളിലുള്ള ദുർമന്ത്രവാദങ്ങളെ പോലും ഇല്ലാതാക്കാൻ കറ്റാർവാഴ ചെടി സഹായിക്കും. കറ്റാർവാഴ ചെടിക്ക് വളരെ വളരെ പവിത്രതയുണ്ട്. ഭാഗ്യസസ്യം എന്ന് പറഞ്ഞല്ലോ. കറ്റാർവാഴ ചെടി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ കറ്റാർവാഴ ചെടി എങ്ങനെ വളരുന്നുവോ നമ്മുടെ ഭാഗ്യവും അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കറ്റാർവാഴ ചെടി വളരുന്ന രീതിയെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിതവും എന്ന് പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നു. അതുകൊണ്ടാണ് പലരും വീടിന്റെ പരിസരത്തോ ബാൽക്കണിയിലോ കറ്റാർവാഴ ചെടി വയ്ക്കുന്നത്. കാരണം അത് ഭാഗ്യമായി കരുതുന്നതുകൊണ്ടാണ് കറ്റാർവാഴ ചെടി വയ്ക്കുന്നത്. ഈ പൗർണമി ദിവസം ഇങ്ങനെ കറ്റാർവാഴ ചെടി വച്ചാൽ നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ ജീവിതം മാറിയതുപോലെയാണ്. നിങ്ങൾക്ക് എല്ലാം നല്ലതുപോലെ സംഭവിച്ചതുപോലെയാണ്. നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നായതുപോലെയാണ് എന്ന് നമുക്ക് പുരാണങ്ങളിൽ പറയപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായും ഇങ്ങനെ കറ്റാർവാഴ ചെടിയുടെ പരിഹാരം ചെയ്യുക. കറ്റാർവാഴ ചെടി എന്താണെന്ന് വെച്ചാൽ ദൃഷ്ടി ദോഷങ്ങളോടൊപ്പം അനേകം തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാനും ഉപയോഗപ്രദമാണ്. നമ്മുടെ വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വരെ കുട്ടികൾക്കും മുതിർന്നവർക്കും എന്താണെന്ന് വെച്ചാൽ ചേരില്ല. കുട്ടികളും മുതിർന്നവരും എന്നാൽ മുതിർന്നവരുടെ വാക്ക് കേൾക്കില്ല. മുതിർന്നവർ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ പറയുന്നത് കേൾക്കില്ല. അതായത് മനസ്സിലാക്കൽ എന്നത് ഉണ്ടാകില്ല. നിങ്ങൾ എത്ര ഞാൻ എത്രയാണെന്ന് വെച്ചാൽ വഴക്കുകൾ കളിക്കുന്നത്, വഴക്കുണ്ടാക്കുന്നത്, ഇതെല്ലാം നമ്മൾ കാണാറുണ്ട്. അതെല്ലാം സംഭവിക്കുന്നത് വീട്ടിൽ നെഗറ്റിവിറ്റി ഉള്ളതുകൊണ്ടാണ്. വീട്ടിൽ നെഗറ്റിവിറ്റി ഉള്ളതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ വരാറുണ്ട്, അല്ലേ? അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ കറ്റാർവാഴ ചെടി കെട്ടുക. ചിലർക്ക് പൗർണമി വന്നാൽ പറ്റില്ല. അതായത് ഈ പൗർണമികളും അമാവാസികളും വന്നാൽ ചിലർക്ക് എന്താണെന്ന് വെച്ചാൽ അനുകൂലിക്കില്ല. അനുകൂലിക്കാതെ ബുദ്ധിമുട്ടുന്നവരും ഉണ്ടാകും. അങ്ങനെ ബുദ്ധിമുട്ടാതെ അനുകൂലിക്കുന്ന രീതിയിൽ
ചെയ്യുന്നതിനും ഈ കറ്റാർവാഴ ചെടി പരിഹാരം പ്രവർത്തിക്കും. ശാസ്ത്രമനുസരിച്ച് കറ്റാർവാഴ ചെടിക്ക് വളരെ പവിത്രതയുണ്ട്. പ്രകൃതിയുടെ അനുഗ്രഹവുമുണ്ട്. 3 ദേവിമാരുടെ രൂപമായി കണക്കാക്കുന്നു. 33 കോടി ദേവന്മാരുടെ രൂപമായും കറ്റാർവാഴയെ കണക്കാക്കുന്നതുകൊണ്ട് കറ്റാർവാഴ ഉപയോഗിച്ച് ഈ പരിഹാരം ചെയ്യുക. ഇനി അതിനുശേഷം ഇന്ന് പൗർണമിയായതുകൊണ്ട് ചില നിയമങ്ങൾ തീർച്ചയായും പാലിക്കണം. ഇങ്ങനെ പാലിച്ചാൽ ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം വേഗത്തിൽ ലഭിക്കും. ഇന്ന് നിങ്ങൾ നോൺവെജ് കഴിക്കരുത്. നോൺവെജ് കഴിക്കാൻ പാടില്ല. കൂടാതെ ലക്ഷ്മി വാരമായതുകൊണ്ട് പ്രത്യേകിച്ച് മുട്ട, മത്സ്യം, ഞണ്ട്, ചെമ്മീൻ തുടങ്ങിയവ കഴിക്കരുത്. കൂടാതെ മറ്റൊന്ന്, ഈ ദിവസം വീട്ടിൽ നമ്മൾ പടവലങ്ങ കറി പാചകം ചെയ്യരുത്. പീച്ചിങ്ങ കറി പാചകം ചെയ്യരുത്. അതുപോലെ മറ്റൊന്ന്, പരിപ്പ് വർഗ്ഗങ്ങൾ നമ്മൾ പാചകം ചെയ്യരുത് എന്നതാണ്. അതിനുശേഷം തല അഴിച്ചിടരുത്. പ്രത്യേകിച്ച് സ്ത്രീകൾ വീട്ടിൽ കരയുകയോ ശപിക്കുകയോ കുട്ടികളെ അടിക്കുകയോ വഴക്ക് പറയുകയോ മൃഗങ്ങളെ ഉപദ്രവിക്കുകയോ ചെയ്യരുത്. സ്ത്രീകൾ എന്താണെന്ന് വെച്ചാൽ നന്നായി ഓർമ്മിക്കുക. നഖം വെട്ടുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്യാതെ നല്ലൊരു സാരി ധരിച്ച് മുടി ഭംഗിയായി കെട്ടി നന്നായി ഇരുന്നാൽ ലക്ഷ്മിദേവി അനുഗ്രഹിക്കും. അതുപോലെ ഷേവിംഗ് ചെയ്യുക, താടി വടിക്കുക, അതുപോലെ മുടി വെട്ടുക എന്നിവയൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ലക്ഷ്മിദേവിയുടെ കോപത്തിന് ഇരയാകും. വീട്ടിൽ തീർച്ചയായും എന്താണെന്ന് വെച്ചാൽ ധൂപം ഇടുക. ധൂപം ഇടുന്നത് വഴി നല്ല ഫലങ്ങൾ ഉണ്ടാകും. വീടിന്റെ കാര്യത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാറും. ധൂപം ഇടുന്നത് വഴി എന്താണെന്ന് വെച്ചാൽ എല്ലാ ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്തുവരും. പലതരം കഷ്ടപ്പാടുകളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തുവരാൻ സാധ്യതയുണ്ട്. അതിനാൽ വീട്ടിൽ ധൂപം ഇടുക. ലക്ഷ്മിദേവിയുടെ അനുഗ്രഹത്തിന് പാത്രമാവുക. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ഒഴിവാക്കുക. പൗർണമി ദിവസം ഈ ചെറിയ നിയമങ്ങൾ പാലിച്ച് നിങ്ങൾക്ക് ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഒഴിവാക്കുക. വളരെ ശക്തമായ പ്രതിവിധികൾ, വളരെ വിശുദ്ധമായ പ്രതിവിധികൾ. പൗർണമി നാളിൽ ഇത് ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ജീവിതം 100-200% മാറും. കാരണം പൗർണമിക്ക് അത്രയും ശക്തിയുണ്ടെന്ന് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. പൗർണമി നാളിൽ ലക്ഷ്മീദേവിയെ നിഷ്ഠയോടെ പൂജിച്ചാൽ മതി. ആ ദേവി ഏതെങ്കിലും ഒരു രൂപത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹവും ഐശ്വര്യവും നൽകി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും നീക്കി നിങ്ങൾക്ക് നല്ല ഐശ്വര്യം നൽകുമെന്ന് നമ്മുടെ ശാസ്ത്രം പറയുന്നു. ശാസ്ത്രങ്ങൾ അനുസരിച്ച് പൗർണമി ദിവസം ഈ ചെറിയ നിയമങ്ങൾ പാലിച്ച് ആരെല്ലാം ലക്ഷ്മീദേവിയെ പൂജിക്കുന്നുവോ അവരുടെ ജീവിതം അത്ഭുതകരമായി മാറി കോടികളുടെ വർഷം ചൊരിയുന്നു.